ഇന്നലെ മുതൽ പുതിയൊരു ശീലം തുടങ്ങിയില്ലേ, നടക്കാനൊക്കെ പോകാനായിട്ട്. അപ്പോൾ ഇന്ന് ഞാൻ എന്താവും ഏതാവും ഒന്നൊന്നും അറിയത്തില്ലായിരുന്നു. എൻ്റെ മാത്രം ഹാർഡ് വർക്കിൻ്റെ ഫലമാണ് ഈ പണം എന്ന് പറയുന്ന സാധനം. ഒരു സംഭവമാണ് അല്ലേ. അത് നമ്മുടെ കയ്യിലുള്ള സമയത്ത് നമുക്കൊരു പ്രത്യേക തരം ധൈര്യമാണ്. സത്യം, കയ്യിൽ നിന്ന് പോകുന്ന ജീവനെ വരെ പിടിച്ചു നിർത്താൻ പറ്റും എന്ന് സിദ്ദിഖണ്ണൻ പറഞ്ഞതുപോലെ ആ ഒരു സെറ്റപ്പാണ്. അതുള്ളപ്പോൾ ഒരു പ്രത്യേക ധൈര്യവും, അതില്ലാതെ ഒരു സ്ഥലത്ത് നിൽക്കുമ്പോൾ നമുക്കുണ്ടാവുന്ന ഒരു അസ്വസ്ഥതയും തമ്മിൽ ഭയങ്കര വ്യത്യാസം. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മളൊരു കടയിൽ സാധനം മേടിക്കാൻ പോയി. അവിടെ പോയിട്ട് നമ്മൾ സാധനങ്ങളെ റേറ്റ് നോക്കി അയ്യോ ഇതെല്ലാം കൂടി വാങ്ങാൻ പറ്റുമോ എന്ന് ചിന്തിച്ച് നിൽക്കുന്നതും, നമുക്ക് റേറ്റ് നോക്കാതെ സാധനം മേടിക്കാൻ പറ്റുന്ന സെറ്റപ്പിൽ നമ്മൾ വളരുന്നതും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അപ്പൊ തന്നെ നമുക്കൊരു ഓവർ കോൺഫിഡൻസ് ആയിരിക്കും നമ്മുടെ കയ്യിൽ. ഏത് വേണം എടുത്തോ, നമുക്ക് ഏത് വേണം വാങ്ങാം, ആ സെറ്റപ്പിൽ അക്കൗണ്ടിൽ പൈസ ഉണ്ട്. ആ ഒരു മൈൻഡും മറ്റേ മൈൻഡും തമ്മിൽ ഭയങ്കര വ്യത്യാസമാണ്. ജസ്റ്റ് ഒരു എക്സാമ്പിൾ വെച്ച് കഴിഞ്ഞാൽ. പക്ഷെ ഈ പണം വന്ന് കയറുന്ന സമയത്ത് ചിലപ്പോൾ അഹങ്കാരം എന്ന് പറയുന്ന ഒരു സാധനം നമ്മുടെ കൂടെ പുറപ്പായിട്ട് കൂടെ വരും. എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല, എന്നാലും ചില ആൾക്കാർക്കെങ്കിലും അതൊക്കെ ഉണ്ടാവാതെ ഇരിക്കട്ടെ. വീഡിയോ ആദ്യമായി കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. എല്ലാവർക്കും നമസ്കാരം. ശ്രീകുട്ടിയെ അറിയാത്ത ആൾക്കാരുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയത്തില്ല. ചിലപ്പോൾ കാണും, ചിലപ്പോൾ കാണത്തില്ല. എന്തായാലും ശ്രീകുട്ടിക്ക് ഒരു യൂട്യൂബ് ചാനലും കാര്യങ്ങളൊക്കെ ഉണ്ട്. സീരിയൽ എങ്ങാണ്ട് അഭിനയിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ എന്തൊക്കെയാണ് സംഭവം. ഇവരെ പറ്റിയിട്ട് മുന്നേ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. ട്രിവാൻഡ്രത്ത് എങ്ങാണ്ടാണ് പ്ലേസ്, കാട്ടാക്കട കള്ളിക്കാട് ആ ഒരു ഏരിയ ആണെന്ന് തോന്നുന്നു പ്ലേസ്. അപ്പൊ ഇവര് റീസെന്റ് ഒരു അച്ചാർ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. സത്യം പറഞ്ഞ ആ വീഡിയോ കാണുന്ന സമയത്ത് ഒരു അഹങ്കാര വർത്തമാനം എനിക്കവിടെ പേഴ്സണലി ഫീൽ ചെയ്തിട്ടുണ്ട്. അതിന്റെ റീസൺ ഞാൻ പറഞ്ഞുതരാം. ആദ്യം വീഡിയോ ആണ്. ഇന്നലെ മുതൽ പുതിയൊരു ശീലം തുടങ്ങിയില്ലേ, നടക്കാനൊക്കെ പോകാനായിട്ട്. അപ്പോൾ ഇന്ന് ഞാൻ നടക്കാൻ പോകുന്നത് നമ്മുടെ സ്കൂൾ ഗ്രൗണ്ടിലാണ്. ഞാൻ പഠിച്ച എൻ്റെ സ്കൂൾ ഗ്രൗണ്ട് RR പബ്ലിക് സ്കൂളിൻ്റെ ഗ്രൗണ്ടിൽ പോയി കുറച്ച് സമയം ഓട്ടവും നടത്തമൊക്കെ ആയിട്ട് ഫുൾ അങ്ങ് എക്സസൈസ് ചെയ്ത് കേട്ടോ. കാലനക്കാൻ വയ്യ, അത് വേറൊരു കാര്യം. എന്നിട്ട് കാലൊന്നും അനക്കാൻ വയ്യാണ്ട് നേരെ വീട്ടിൽ വന്നപ്പോഴേക്കും അമ്മയ്ക്ക് കുറച്ച് ഫിഷ് പിക്കലിൻ്റെ ഓർഡർ എല്ലാം വന്നു. അതെല്ലാം പാഴ്സൽ ചെയ്യുന്ന പരിപാടിയിലാണ് അച്ഛനും വേദയും കൂടി. എന്തായാലും പിക്കിൾ വേണമെങ്കിൽ ഞാൻ താഴെ നമ്പർ മെൻഷൻ ചെയ്തേക്കാം. നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മാത്രം മതി. പിക്കിളിന് വേണ്ടി മാത്രമേ ആ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവൂ. എന്നോട് സംസാരിക്കണമെന്നോ അല്ലെങ്കിൽ യൂട്യൂബ് വീഡിയോസ് കാണുമെന്നൊക്കെ പറഞ്ഞിട്ട് വെറുതെ വിളിച്ച് ശല്യം ചെയ്യേണ്ട ആവശ്യമില്ല. അഹങ്കാരമായിട്ട് കാണരുത്. അത് നമുക്ക് എല്ലാവരും കൂടി വിളിക്കുമ്പോൾ വലിയൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ പിക്കിളിന് വേണ്ടിയിട്ട് മാത്രം ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. പിക്കിളിന് വേണ്ടിയിട്ടുള്ള മുളകെല്ലാം കഴുകി ഉണക്കാനായിട്ട് ഇട്ടിരിക്കുകയാണ്. അവസാനം ചട്ടി നോക്കി നിന്ന് ഞാൻ പിക്കിളിന് വേണ്ടിയിട്ട് മാത്രം ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അല്ലാതെ അഹങ്കാരമാണെന്നൊന്നും വിചാരിക്കരുത്. അങ്ങനെ വിചാരിക്കുകയും ചെയ്യരുത്. നമുക്ക് അങ്ങനെ പറ്റത്തില്ല. ആരെങ്കിലും പിക്കിൾ വേണമെങ്കിൽ ഈ നമ്പർ കോൺടാക്ട് ചെയ്തു. അപ്പൊ ബിസിനസ്സിന് വേണ്ടിയിട്ട് മാത്രമുള്ള ഒരു ബിസിനസ് നമ്പറാണ് ആ നമ്പർ. അതിൽ വേറെ ആരും ഒന്നിനും വേണ്ടിയിട്ട് ഞാൻ നിങ്ങളുടെ സബ്സ്ക്രൈബറാണ്, ഞാൻ നിങ്ങളുടെ വ്യൂവറാണ്, നിങ്ങളുടെ ഫാനാണ്, തേങ്ങയാണ് മാങ്ങയാണ് തൊലിയെന്നൊന്നും പറഞ്ഞുകൊണ്ട് ഒരുത്തി ഇങ്ങോട്ട് വരണ്ട എന്നുള്ള സാധനമാണ് ശ്രീകുട്ടി ഇവിടെ പറഞ്ഞു വെക്കുന്നത്. അത് അഹങ്കാരമായി കാണരുത്. ഇവിടെ 2 പോയിന്റ് ഉണ്ട്. ഒന്ന്, അവരുടെ ബിസിനസ് നമ്പറാണ്. അത് ബിസിനസ്സിന് വേണ്ടി മാത്രം യൂസ് ചെയ്യുന്നതാണ്. പിക്കിൾ വിൽക്കാൻ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രോഡക്റ്റ് വിൽക്കുന്നുണ്ടെങ്കിൽ അതിന്റെ സെയിൽസിനും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു നമ്പറാണ്. അച്ചാറിനല്ലാണ്ട് ചുമ്മാ വിളിച്ചിട്ട് ചൊല്ലിക്കൊണ്ടിരിക്കാൻ അല്ലെങ്കിൽ ചുമ്മാ വിളിച്ചിട്ട് അന്വേഷണങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കാൻ ആരും വിളിക്കേണ്ട എന്നാണ് ശ്രീകുട്ടി പറയുന്നത്. സത്യം പറഞ്ഞാൽ ആ സാധനം കേൾക്കുന്ന സമയത്ത് ഒരു അഹങ്കാര ടോൺ ഉണ്ട്. പിന്നെ ഇത് കുറച്ച് സ്പീഡിലാണ് ചോയ്സ് ഇട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതിങ്ങനെ ഒന്ന് മുറുകിയാണ് ആ സാധനം കേൾക്കുന്ന സമയത്ത് ഉറപ്പായിട്ട് ഒരു അഹങ്കാര വർത്തമാനം ഫീൽ ചെയ്യുന്നുണ്ട്. ഞാൻ നിങ്ങളടുത്ത് വന്നിട്ട് പറയണേ, നാളെ മുതൽ ചുമ്മാ കന്നന്തിരിവളി എന്നെ കമന്റ് ബോക്സിൽ ഇട്ട് കളിക്കരുത് എന്ന് പറഞ്ഞ എന്റെ ഒരു അഹങ്കാര വർത്തമാനം. അല്ലെങ്കിൽ ഞാൻ പറയാണ്, എന്റെ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ശരി തന്നെ, ചുമ്മാ എനിക്ക് വന്ന് മെസ്സേജ് അയച്ച് നീയൊക്കെ എന്നെ ഒരുമാതിരി ശല്യം ചെയ്യരുതെന്ന് ഞാൻ പറയണം. എനിക്ക് പറ്റുന്നില്ല, ഒരുപാട് പേര് ഇങ്ങനെ മെസ്സേജ് അയച്ചിട്ട് എല്ലാവർക്കും എനിക്ക് റിപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയുന്നത് തമ്മിൽ വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത് ഇവിടെ ശ്രീകുട്ടിയുടെ ഈ വർത്തമാനത്തിൽ ഒരു അഹങ്കാര ഫീൽ ഉണ്ട്. ഇതിന്റെ താഴെ വന്ന കമന്റ്സ് വേറെ രീതിയിൽ പോകുന്നുണ്ട്. അത് വേറെ ചർച്ചയിലോട്ടും പോകുന്നുണ്ട്. ബാക്കി വീഡിയോ ആണ്. എന്തായി ശശിയായി വേദ ആ ചട്ടിയും കൊണ്ട് പോയട്ടോ. വേദ നന്നായിട്ട് ചോറൊക്കെ ഇട്ട് വരവി കഴിച്ചായിരുന്നു. എന്നിട്ട് വേദം ബാക്കി വെച്ചിട്ട് പോയ ചട്ടിയിൽ ഞാൻ ചോറിട്ട് വരവി കഴിച്ചു കേട്ടോ. എന്തായാലും എൻ്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് അച്ഛൻ്റെ പാഴ്സലിങ്ങും കാര്യങ്ങളായിട്ട് ഭയങ്കര ബിസിയാണേ. അവനവൻ കുരുക്കുന്ന കുഴുക്കുകൾ അഴിച്ചെടുക്കുമ്പോൾ ഗുലുമാലെന്ന് പറയുന്ന പോലെയാണ് ശ്രീകുട്ടിയുടെ അവസ്ഥ. സ്വയം തോണ്ടി വച്ച ഒരു സെറ്റപ്പ് തന്നെയാണ്. പ്രത്യേകിച്ച് നിങ്ങൾ ഒരു കാര്യം ചിന്തിക്കണമായിരുന്നു. വേറൊന്നുമല്ല, ഈ വ്യൂവർഷിപ്പും ഈ യൂട്യൂബ് ചാനൽ വളർന്നതും ഈ സബ്സ്ക്രൈബേഴ്സ് വന്നതും ആൾക്കാരാണ്. അല്ലാതെ യൂട്യൂബ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെയല്ല. നിങ്ങളുടെ വീഡിയോസ് കണ്ട് ഇഷ്ടപ്പെട്ട് ഓരോ ദിവസം കണ്ട് അങ്ങനെ ഫോളോ ചെയ്ത് വന്ന ആൾക്കാരാണ്. അതുകൊണ്ട് ആ ആൾക്കാരെ നമ്മൾ ചെളികാരി അടിക്കുന്ന രീതിയിലുള്ള സംസാരിക്കരുത്. നിങ്ങൾക്ക് മാന്യമായിട്ട് പറയാമായിരുന്നു, ഈ നമ്പറിൽ ദയവ് ചെയ്തിട്ട് എല്ലാവരും വിളിക്കാതിരിക്കുക. കാരണം നമുക്കെല്ലാം കൂടി അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വരും. അതുകൊണ്ട് ദയവ് ചെയ്ത് അങ്ങനെ വിളിക്കാതിരിക്കുക. ഇത് വേറെ ടോണ്. നിങ്ങൾ ആരും എന്നെ വിളിക്കരുത്, ശല്യം ചെയ്യരുത് എന്നൊക്കെ പറയുന്നത് വേറൊരു ടോണാണ്. ശ്രീകുട്ടിയുടെ ടോൺ വന്നിട്ട് എനിക്കും അത്ര ബോധ്യപ്പായിട്ടൊന്നും തോന്നിയില്ല. എനിക്ക് പ്ലേ ബട്ടൺ കിട്ടിയ സമയത്തും
ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ഉണ്ടായിരുന്നു. അതായത് ഈ പ്ലേ ബട്ടൺ എടുത്ത് ഇങ്ങനെ ഞാൻ പൊക്കി കാണിച്ചിട്ട് അതിൽ അതുൽ വ്ലോഗ്സ് എന്ന പേര് മാത്രമാണ് ഞാൻ, ബാക്കി 1,00,000 എന്നുള്ളത് നിങ്ങൾ ഓരോരുത്തരുമാണ്. അന്ന് ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ 1,00,000 ആൾക്കാർ എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വച്ചത് കൊണ്ടാണ് എനിക്ക് ആ സാധനം കിട്ടിയത്. അതാണ് ഞാനന്ന് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ളത്. ആൾക്കാരില്ലെങ്കിൽ നമ്മൾ ഇല്ലടോ, നമ്മളൊരു തേങ്ങയല്ലടോ എന്ന് പറഞ്ഞ ആൾക്കാരെ കൈയും കാലും പിടിച്ച് ജീവിക്കണമെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ കുറച്ചൊക്കെ മാന്യത കാണിക്കണം, അല്ലെങ്കിൽ കുറച്ചൊക്കെ ഒരു സാധനം കാണിക്കണം, ഒരു ക്വാളിറ്റി കാണിക്കണം. അവർ നമ്മൾ പുച്ഛിച്ച് സംസാരിക്കരുത്. ഇപ്പൊ നിങ്ങൾ അച്ചാർ ബിസിനസ് യൂട്യൂബ് വഴി പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്, ഓക്കെ ഫൈൻ, നിങ്ങളുടെ ബിസിനസ്സാണ്. പക്ഷെ നിങ്ങൾ അവിടെ ഒരു ആവശ്യമില്ലാതെയാണ് അങ്ങനത്തെ ഒരു ടോക്ക് സംസാരിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ച് ഈ സബ്സ്ക്രൈബേഴ്സും ഈ ആൾക്കാരൊക്കെ ഉള്ളത് കൊണ്ടാണ് നിങ്ങളുടെ ചാനൽ ഉൾപ്പെടെ വളർന്നിട്ടുള്ളത്. നിങ്ങൾ അത് മറന്നുകൊണ്ട് എണ്ണ തയ്ക്കാൻ നിൽക്കരുത്. അതാണ് ഞാൻ തുടക്കത്തിൽ കാര്യം പറഞ്ഞത്. പണം കയ്യിൽ വന്ന് കയറുമ്പോൾ നമുക്കൊരു ഓവർ കോൺഫിഡൻസ് ആണ് എന്ന് വെച്ചിട്ട് അഹങ്കാരം കാണിക്കാതിരിക്കുക. അഹങ്കാരം കാണിച്ചു കഴിഞ്ഞാൽ കുത്തനെ ഇടിഞ്ഞു. അതുപോലെ ശ്രീകുട്ടി ഇങ്ങനെ പറഞ്ഞത് മറ്റൊരു രീതിയിൽ ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് ഓഫ് കോഴ്സ് ഇങ്ങനെ പറയാം, അത് അവർക്ക് ആ ബിസിനസ്സിൽ ഇനി ആരും ഒന്ന് ശല്യം ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവർ അതങ്ങനെ പറഞ്ഞത് എന്നുള്ള രീതിയിൽ നമുക്ക് പറയാം. പക്ഷെ അതല്ല അതിന്റെ ശരി അതല്ല. ഞാൻ എൻ്റെ ഒരു പെർസ്പെക്റ്റീവിൽ നിന്ന് പറയുകയാണെങ്കിൽ എന്റെ പോയിന്റാണ് പറയുന്നത്. ഉറപ്പായിട്ടും അത് എനിക്ക് അത്ര ഫെയർ ആയിട്ട് തോന്നിയില്ല. കാരണം നമ്മൾ സംസാരിക്കുന്ന രീതി നമ്മുടെ ഓഡിയൻസ് എപ്പോഴും നമ്മളെ നോട്ടീസ് ചെയ്യും. നമ്മൾ ഒരിക്കലും ഓഡിയൻസിനെ കുറ്റം പറഞ്ഞ് അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ സംസാരിക്കാൻ നിൽക്കരുത്. നെഗറ്റീവോ ചീത്തയോ വിളിക്കുന്നവരാണെങ്കിൽ നമുക്ക് ഓക്കെ അങ്ങനെ പറയാം. അല്ലാണ്ട് ഈ വന്നിട്ട് ചുമ്മാ ഇരുന്നിട്ട് നിങ്ങൾ എന്നെ ഫോൺ വിളിച്ച് ശല്യം ചെയ്യരുത് കേട്ടാ. ഇങ്ങനത്തെ സംസാരം ഫെയർ അല്ല. അതുപോലെ എന്നെ ഒന്നും ഒരു പട്ടിക്കുഞ്ഞു പോലും വിളിക്കുന്നില്ലല്ലോ. ആരെങ്കിലും വിളിയിടേ, എന്റെ നമ്പർ ഇടതെ ആരെങ്കിലും ഒക്കെ വിളിയിടേ, ചുമ്മാ വിളി. ഞാൻ ഇവിടെ വെറുതെ ഇരിക്കുമ്പോഴേക്കും നമുക്ക് സംസാരിച്ച് ചിരിച്ചും കളിച്ചൊക്കെ ഇരിക്കുക. അല്ല എന്ത് പറയാ, ഇവരെയൊക്കെ വിളിക്കാൻ കിടക്കുന്നുണ്ട്, എന്നെ ഒന്നും വിളിക്കാൻ ഒരു പട്ടയുമില്ല. എന്തായാലും കമന്റ്സ് നമുക്കൊന്ന് നോക്കാം. അങ്ങനെ വിളിച്ച് ഡിസ്റ്റർബ് ചെയ്യുന്ന ആൾക്കാർ ആരാണാവോ ഇത്രയും ദാരിദ്ര്യം പിടിച്ചവർ? വല്ല ആവശ്യം ഉണ്ടായിരുന്ന ശ്രീകുട്ടി? അച്ചാർ കച്ചവടമാണ്, അതിനാണോ ഇത്രയും പറഞ്ഞത്? സംസാരത്തിന്റെ ടോൺ കേൾക്കുമ്പോഴേ അറിയാം ഒട്ടും അഹങ്കാരമില്ലെന്ന്. ഇപ്പോൾ ഇങ്ങനെ അഹങ്കാരം പറഞ്ഞിട്ട് ഇവരുടെ അച്ചാർ മേടിക്കാനും ഇവരെ വിളിക്കാനും ആളുകൾ ഉണ്ടെങ്കിൽ അവരാണ് ഏറ്റവും പരാജയം. എന്റെ പൊന്നു ചേച്ചി, നിങ്ങൾ പുറത്ത് വെച്ച് നേരിട്ട് കണ്ടപ്പോൾ നിങ്ങൾ മൈൻഡ് ആക്കിയില്ല, പിന്നെയല്ലേ വിളിക്കുന്നേ? അച്ചാർ കൊള്ളത്തില്ല, എന്റെ കസിൻ വാങ്ങിയിരുന്നു, ഇതിലും നല്ലത് കടയിൽ നിന്നും വാങ്ങുന്നതാ. ഞങ്ങൾക്ക് വേറെ പണിയുണ്ട്, വിളിച്ചോണ്ടിരിക്കാൻ സമയമില്ല. അമ്മയുടെ അച്ചാർ കച്ചവടം ഈ വീഡിയോ കൂടി മോള് സ്റ്റോപ്പ് ചെയ്ത് കൊടുക്കും. അഹങ്കാരം ഒട്ടുമില്ലാത്ത ഒരു മോൾ. ഇവളെയൊക്കെ വിളിക്കാൻ ആൾക്കാരോ? ചിരിപ്പിക്കല്ലേ തള്ളേ. നിങ്ങൾക്ക് പ്രയോജനം ഉണ്ടാവുന്ന കാര്യത്തിന് മാത്രമേ വിളിക്കാവൂ എന്ന് അഹങ്കാരം പിടിച്ച അച്ചാറ് കറി ആർക്ക് വേണം? വിളിച്ച് സംസാരിക്കാൻ നിങ്ങളാല ജില്ലാ കളക്ടറോ? പിന്നെ സംസാരിച്ചാലും മതി, വീട്ടിൽ നല്ല പണിയുണ്ട്. അൺസബ്സ്ക്രൈബ്ഡ്. ഇങ്ങനെയൊക്കെ ഒരുപാട് കമന്റ്സ് ആണ് ആ വീഡിയോയുടെ താഴെ വന്നിട്ടുള്ളത്. 5 ലക്ഷത്തിന് മേളിൽ വീഡിയോ ഓടിയിട്ടുണ്ട്. അത് തന്നെയാണ് ഏറ്റവും വലിയ ശാപം. ചാനലെടുത്ത് നോക്കിയ സമയത്ത് ഷോർട്സിൽ ഈ ഇടക്കാലത്ത് ഏറ്റവും കൂടുതൽ ഓടിയത് ആ വീഡിയോ ആണ്. ഇത്രയും നെഗറ്റീവുള്ള സാധനമാണ് ഓടിപ്പോയത്. അത് വേറൊരു സത്യം, വാസ്തവം. ഞാനൊരു കാര്യം പറയാം ശ്രീകുട്ടി, എനിക്ക് പേഴ്സണലി അതൊരു അഹങ്കാര വർത്തമാനമായിട്ട് തോന്നി. ഇനി 1.5x ഇട്ട് വീഡിയോ എഡിറ്റ് ചെയ്തത് കൊണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല. എന്തായാലും ഒരു അഹങ്കാര വർത്തമാനം ആ ടോണിലുണ്ട്. നമ്മളെ വളർത്തിയ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന്റെ അടുത്ത് ഒരിക്കലും നമ്മൾ അങ്ങോട്ട് കയറി അഹങ്കാര വർത്തമാനം പറയരുത്. അവർ വിളിക്കുന്നെങ്കിൽ വിളിക്കട്ടെ, അവർക്ക് നമ്മളോട് സംസാരിക്കാനും നമ്മളോട് സ്നേഹമുള്ളത് കൊണ്ടല്ലേ അവർ വിളിക്കുന്നത്. ഇനി എല്ലാവരും ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല, ഉറപ്പാണ്. പക്ഷെ ശ്രീകുട്ടിയുടെ കമന്റ് ബോക്സ് കണ്ടിട്ട് ഒരു മനുഷ്യൻ പോലും വിളിക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അതാണ് ആ കമന്റ് ബോക്സിലെ രീതി. എനിക്കൊക്കെ ആരെങ്കിലും മെസ്സേജ് അയച്ചാൽ ഞാൻ അവർക്കൊക്കെ റിപ്ലൈ കൊടുത്ത് എന്നാൽ കഴിയുന്ന രീതിയിൽ സംസാരിക്കാറുണ്ട്. നിങ്ങൾ അയക്കരുത്, എനിക്ക് ശല്യമാണ് എന്നൊന്നും ഞാൻ പറയാറില്ല. ഞാൻ മാക്സിമം എനിക്ക് മെസ്സേജ് അയക്കുന്ന ആൾക്കാർക്ക് ഞാൻ റിപ്ലൈ കൊടുത്ത് ആ ഒരു രീതി തന്നെയാണ് പോകുന്നത്. എന്ന് വെച്ചിട്ട് ഞാൻ വലിയ സംഭവമൊന്നുമില്ല. എനിക്ക് വളരെ കുറച്ച് 1-2 പേരൊക്കെയാണ് വല്ലപ്പോഴൊക്കെ മെസ്സേജ് അയക്കുന്നത്. അവർക്കൊക്കെ ഞാൻ റിപ്ലൈ കൊടുത്ത് കാര്യങ്ങളൊക്കെയാണ് പോകുന്നത്. നിങ്ങളുടെ വീഡിയോ ഇഷ്ടമാണ്, അടിപൊളിയാണ് എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു സന്തോഷം. അവരും കാണുന്നുണ്ട്, അവരും കാണുന്നതുകൊണ്ട് നമുക്ക് വ്യൂവും പൈസയും കിട്ടണം, ആ ഒരു ചിന്തയൊക്കെ എനിക്കുണ്ട്. ഞാൻ അതുകൊണ്ട് അവരോട്ടൊക്കെ സംസാരിക്കും. നമ്മൾ ആ ഒരു ഫ്രണ്ട്ലി തന്നെയാണ് പോകുന്നത്. അല്ലാതെ ഞാൻ ഒരു ബിസിനസ് ആണോ തുടങ്ങിയെന്ന് വെച്ചിട്ട് ഞാൻ എടുത്തു വെച്ചിട്ട് പറയില്ല, ഈ നമ്പറിൽ ആരും വിളിക്കരുത്, ദയവ് തന്നെ ശല്യം ചെയ്യരുത്, എനിക്കിതൊക്കെ വലിയ ഡിസ്റ്റർബൻസ് ആണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏത് ഓണത്തിൽ ഓർത്താനായിപ്പോൾ. അതുപോലെ വേണമെങ്കിൽ എനിക്ക് പറയാം, ഇതെന്റെ ബിസിനസ് നമ്പറാണ്, ഇതിൽ നിങ്ങൾ അല്ലാത്ത ആവശ്യത്തിന് വിളിക്കരുത്, വിളിച്ചു കഴിഞ്ഞാൽ അത് ഡിസ്റ്റർബൻസ് ആവും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും കുഴപ്പമില്ലെന്ന് പറയാം. നമുക്കൊരു എളിമ എന്ന് പറയുന്ന സാധനമാണ്. അഹങ്കാരം എന്ന് പറയുന്ന സാധനം നെഞ്ചത്തെടുത്ത് വെച്ചുകൊണ്ട് നടന്നു കഴിഞ്ഞാൽ അതത്ര ഫെയർ ഉള്ള കാര്യമില്ല. ഇനി ഇതിന് താഴെ വന്ന ഒരു കമന്റിന് ശ്രീകുട്ടിയാണ് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് സ്വന്തം അഭിപ്രായം ആവുന്നത് കൊണ്ടായിരിക്കുമല്ലോ പിൻ ചെയ്യുന്നത്. നോക്കാം. വാട്ട്സ് റോങ് വിത്ത് യു പീപ്പിൾ? പുള്ളിക്കാരി ഒരു ആർട്ടിസ്റ്റ് ആണ്, മാന്യത ഉള്ളവർ അവരെ വിളിച്ച് ശല്യപ്പെടുത്തില്ല. ബട്ട് ചില വട്ട് കേസ് ആളുകൾ കാണുമ്പോൾ അവർ ചുമ്മാ വിളിച്ച് ഡിസ്റ്റർബ് ചെയ്യുമായിരിക്കും. അവർ ലാസ്റ്റ് പറയുന്നുണ്ടല്ലോ, അഹങ്കാരം കൊണ്ടല്ല, ആൻഡ് വൈ സ്റ്റിൽ ഡിസ്റെസ്പെക്ടിങ് അതർ ആൻഡ് സ്പ്രെഡിങ് പ്യൂർ ഹേറ്റഡ് എന്നൊക്കെ പറഞ്ഞിട്ട് കമന്റ് വന്നിട്ടുണ്ട്. അതിന് അവർ പിൻ ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, അവരെ വിളിച്ച് ചിലപ്പോൾ മാന്യത ഇല്ലാത്തവരായിരിക്കും ശല്യം ചെയ്യുന്നത്, എന്ത് വാട്ട് എവർ. പക്ഷെ നിങ്ങൾ അത് ജനറലൈസ് ചെയ്ത് പറയുന്നത് പോലെയാണ് ആ വർത്തമാനം പറയുന്നത്.
നിങ്ങൾക്ക് പറയാമായിരുന്നു വേണമെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഇതെന്റെ പേഴ്സണൽ നമ്പറോ അല്ലെങ്കിൽ അങ്ങനത്തെ നമ്പറല്ല, ഇത് ബിസിനസ് ആവശ്യത്തിന് വേണ്ടി മാത്രം യൂസ് ചെയ്യുന്നതാണ്, അതുകൊണ്ട് അച്ചാർ മേടിക്കാൻ ആവശ്യമുള്ളവർ മാത്രം വിളിച്ചാൽ മതി എന്ന് വളരെ താഴ്മയായിട്ട് സംസാരിക്കാമായിരുന്നു. പകരം നിങ്ങൾ സംസാരിച്ച രീതി ഒരിക്കലും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. എനിക്കും പറ്റിയില്ല. ഉള്ള കാര്യം പറഞ്ഞു, നിങ്ങളെ കുറ്റപ്പെടുത്തുന്നില്ല. ഇനിയുള്ള കാര്യത്തിലെങ്കിലും തിരുത്താൻ ശ്രമിക്കുക, അല്ലാണ്ട് നിങ്ങളെ വലിച്ചീറി ഒട്ടിക്കുന്നതല്ല. തിരുത്താൻ ശ്രമിക്കുക എന്ന് എനിക്ക് പറയാനുള്ളൂ. എന്ത് ചെയ്യാൻ, മനുഷ്യനിലെ പുള്ള അഹങ്കാരം കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ നിലനിൽക്കും, അല്ലെങ്കിൽ നമ്മൾ ഒരിക്കലും നിലനിൽക്കത്തില്ല. എന്റെ സംസാരത്തിൽ ചിലപ്പോൾ നിങ്ങൾക്ക് അഹങ്കാര വർത്തമാനം തോന്നിയേക്കാം, പക്ഷെ എന്റെ ഓഡിയൻസിന്റെ അടുത്ത് എന്നെ സ്നേഹിക്കുന്ന ആൾക്കാർ ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അവരുടെ അടുത്ത് ആ രീതിയിൽ പെരുമാറത്തില്ല. എന്നെ ആരെങ്കിലും വിളിച്ചാൽ കൂടി ഞാൻ അങ്ങനെ ഫോൺ എടുക്കാതിരിക്കത്തില്ല. എന്റെ അടുത്ത് നമ്പർ ചോദിച്ചാൽ മാക്സിമം ഞാൻ കൊടുക്കാനാണ് ശ്രമിക്കുന്നത്. മെസ്സേജ് ഒക്കെ കാണുകയാണെങ്കിൽ പിന്നെ ചില ഉടായ്പകളും തെറി വിളിക്കാനൊക്കെ ആയിട്ട് വരുന്ന ആൾക്കാർക്ക് മാത്രമേ ഞാൻ നമ്പർ കൊടുക്കാറില്ല, സംസാരിക്കാറില്ല. ആ ഒരു സെറ്റപ്പ്. അല്ലാതെ എന്റെ അടുത്ത് മാന്യമായിട്ട് വന്ന് സ്നേഹത്തോടെ സംസാരിക്കുന്ന ആൾക്കാർക്ക് നമ്പർ കൊടുത്ത് സംസാരിക്കാറുണ്ട്. അതൊക്കെ നമ്മുടെ ഒരു ഇതാണ്. കാരണം അവര് ഉണ്ടെങ്കിലേ നമ്മളുള്ളൂ. അത് ആദ്യം ആ ഒരു ബോധം വേണം. പിന്നെ റീച്ചിന് വേണ്ടി മാത്രം നമ്മളെ ഓഡിയൻസിനെ സ്നേഹിക്കുന്നൊന്നല്ല. അവർക്ക് നമ്മളടുത്ത് സംസാരിക്കുമ്പോൾ ഒരു സന്തോഷമാണ്, കാര്യങ്ങളൊക്കെയാണ്. പറ്റുമെങ്കിൽ കുറച്ച് ടൈം അവർക്കൊക്കെ വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യണം എന്നാണ് എന്റെയും ഒരു അഭിപ്രായം. പേഴ്സണൽ ഒരു ഒപ്പീനിയനാണ്. ആ വീഡിയോയുടെ വ്യൂസ് ഭയങ്കരമായിട്ട് പോയിട്ടുണ്ട്, 5 ലക്ഷത്തിൽ പരം പോയിട്ടുണ്ട്. ഇനി 1 ലാഖ് സബ് അടിച്ച സമയത്ത് ശ്രീകുട്ടി ഒരു ലൈവ് വന്നിട്ടുണ്ടായിരുന്നു. അതിൽ പറയുന്ന കുറച്ച് വീഡിയോ ക്ലിപ്പ് ഞാനൊന്ന് വയ്ക്കാം. എന്താവും ഏതാവും ഒന്നൊന്നും അറിയത്തില്ലായിരുന്നു. എൻ്റെ മാത്രം ഹാർഡ് വർക്കിൻ്റെ ഫലമാണ് ഈ ഒരു 100K സബ്സ്ക്രൈബേഴ്സ്. അതിന് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. കുറേ കമൻസ് വരുന്നുണ്ട്. ടപ്പേ എന്ന് പറഞ്ഞ് ഇങ്ങനെ പോകുന്നുണ്ട്. ഒന്നും റീഡ് ചെയ്യാൻ പറ്റുന്നില്ല. നേരത്തെയൊക്കെ റീഡ് ചെയ്യായിരുന്നു, ഇപ്പോൾ ജാട കൂടിയോ എന്ന് നിങ്ങൾ കരുതുന്നുണ്ടാവും. അങ്ങനെയല്ല, പെട്ടെന്ന് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഞാൻ പറയാൻ വന്ന കാര്യം പറഞ്ഞിട്ട് കാണുന്ന കമൻസ് എല്ലാം നമുക്ക് റീഡ് ചെയ്യാവേ. വേദയുണ്ട്. പേരടങ്ങുന്ന 1 ലക്ഷം പേരടങ്ങുന്ന ഒരു ഫാമിലി ആയിരിക്കുകയാണ് എൻ്റെ ഒരു യൂട്യൂബ് ചാനൽ എന്ന് പറയുന്നത്. അതിലെ ഓരോ വ്യക്തിയും എൻ്റെ കുടുംബത്തിലൊരു അംഗത്തെ പോലെയാണ്. എല്ലാവരോടും നെഗറ്റീവ് പറയുന്നവരോടും നെഗറ്റീവ് കാണാൻ വേണ്ടി മാത്രം ഇരിക്കുന്നവരോടും പോസിറ്റീവ് പറയുന്നവരോടും ഓരോ തെറ്റുകുറ്റങ്ങൾ പറയുന്നവരോടും എല്ലാവരോടും കാരണം ഈ നെഗറ്റീവ് കൊണ്ടെങ്കിൽ നമുക്ക് വളരാൻ പറ്റത്തുള്ളൂ. നമ്മുടെ നെഗറ്റീവ് കണ്ട് അതിനു വേണ്ടി കാണുന്നവരുണ്ടാവും. അതെടുത്ത് നെഗറ്റീവിലൂടെ നമുക്ക് വളരാം. ഈ നെഗറ്റീവിലൂടെ വളരുന്ന പലരെയും ഞാൻ കാണുന്നുണ്ട്. അത് അധികകാലം വളരുന്നില്ല, വീണ ഉടയാറാണ് പതിവ്. റീസെന്റ് വന്നിട്ടുള്ള നെഗറ്റീവ് മാറി നല്ലൊരു പോസിറ്റീവ് ആവട്ടെ എന്ന് ആശംസിക്കുന്നുണ്ട്. അഹങ്കാര വർത്തമാനം കുറച്ച് കുറയ്ക്കുക, അല്ലെങ്കിൽ അങ്ങോട്ട് നമുക്ക് വളരാൻ പറ്റത്തില്ല. ഉള്ള കാര്യം പറയാം, ഈ ജനങ്ങളില്ലെങ്കിൽ നമ്മളില്ല. അത് ആദ്യം മനസ്സിലാക്കുക. ഞാനൊരു ഇലക്ഷന് നിന്ന് കഴിഞ്ഞാൽ എന്റെ വോട്ട് മാത്രം കിട്ടിയാൽ പോരാ, ജനങ്ങളുടെ വോട്ട് വേണം. അവരെനിക്ക് വേണ്ടി വോട്ട് ചെയ്യണം, എങ്കിലേ എനിക്ക് ഇലക്ഷനിൽ നിന്ന് ജയിക്കാൻ പറ്റത്തുള്ളൂ. ആ ഒരു സെറ്റപ്പാണ്. അതുപോലെ തന്നെയാണ് യൂട്യൂബ്. നമ്മൾ വീഡിയോ മാത്രം ഇട്ടോണ്ടിരുന്നാൽ പോരാ. നമ്മുടെ ഹാർഡ് വർക്കാണെന്ന് പറഞ്ഞ് വീഡിയോ മാത്രം ഇട്ടോണ്ടിരുന്നെന്ന് പറഞ്ഞ് ഒരു തേങ്ങയും നടക്കാൻ പോകുന്നില്ല. ആൾക്കാർ നമ്മളെ ഫോളോ ചെയ്താൽ മാത്രമേ നമ്മൾ വളരത്തുള്ളൂ. അതാദ്യം മനസ്സിലാക്കും. ഒരുത്തൻ തലേ കയറി മേയാൻ വന്ന അവന് കൈയും കെട്ടി നിന്ന് കൊടുക്കാൻ ഞാൻ പറയത്തില്ല. നമ്മളടുത്ത് മാന്യമായിട്ട് സംസാരിക്കുന്നവർക്ക് നമ്മൾ മാന്യമായിട്ട് സംസാരിക്കാൻ പഠിക്കണം. ഒരു കാര്യമില്ലാതെയാണ് അച്ചാർ വീഡിയോയിൽ ഇങ്ങനത്തെ ഒരു വർത്തമാനം പറഞ്ഞത്. അതും ഒരു അഹങ്കാരത്തിന്റെ ടോണ് അതിലുണ്ട്. അത് ആൾക്കാർ നോട്ടീസ് ചെയ്യും, നിങ്ങളുടെയൊക്കെ ഓഡിയൻസ് തന്നെ. പിന്നെ വൈഡർ ഓഡിയൻസിലോട്ട് പോകുമ്പോൾ പുറത്തുനിന്ന് ഓഡിയൻസ് ഒന്ന് ചീത്ത വിളിച്ചിട്ട് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് ദയവ് ചെയ്തിട്ട് അഹങ്കാര വർത്തമാനം കുറച്ചിട്ട് ഭൂമിയോളം താഴാൻ ശ്രമിക്കുക. ഓട്ടോമാറ്റിക്കായിട്ട് വളരും. അത് എല്ലായിടത്തും പറയാനുള്ളതാണ്. പിന്നെ എന്റെ വർത്തമാനം കാണുമ്പോൾ ഉറപ്പായിട്ട് ചിലവർക്കെങ്കിലും തോന്നി എന്ത് തേങ്ങയുടെ അഹങ്കാരത്തിലല്ലേ സംസാരിക്കുന്നത്. ഞാൻ വീഡിയോയിൽ ഇങ്ങനെയാണ് സംസാരിക്കുന്നത്. പക്ഷെ എൻ്റെ അടുത്ത് പേഴ്സണലി എൻ്റെ സബ്സ്ക്രൈബറാണ്, ഫോളോവറാണ് വന്ന് പറഞ്ഞ് സംസാരിക്കുന്നവരുടെ ഞാൻ എങ്ങനെ സംസാരിക്കുന്നുണ്ടെന്ന് ആ വ്യക്തികൾക്ക് അറിയാം. ഞാൻ അത്രയും ലെവലിൽ നല്ല സ്നേഹത്തോടെയാണ് സംസാരിക്കുന്നത്. അതെന്റെ രീതിയാണ്. ഞാൻ വലിയ പുള്ളിയൊന്നും പറയുന്നത്, എങ്കിലും ഞാൻ പറഞ്ഞു പോയെന്നേ ഉള്ളൂ. ഈ കൂട്ടത്തിൽ ശ്രീകുട്ടിയൊക്കെ പറയുന്ന വെച്ച് നോക്കുമ്പോൾ ശ്രീകുട്ടിയൊക്കെ ഒരുപാട് ആൾക്കാർ വിളിച്ച് ശല്യം ചെയ്യുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നെയൊക്കെ ആരും വിളിക്കുന്നില്ലല്ലോ. വല്ല ആണ്ടിലാവണിക്ക് ആരെങ്കിലുമൊക്കെ വിളിച്ച് എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഉറപ്പായിട്ട് താഴെ പുതിയ വീഡിയോ ഇടണം.